ഹലോ ഗൈസ്, സ്കൂളൊക്കെ തുറക്കാനായില്ലേ? നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ഐഡിയാസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് മിനി നോട്ട്ബുക്കാണ്. ഈ ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ ഒരു A4 മാത്രം മതി കേട്ടോ. ഒരു A4 എടുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കണ്ടതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി A4 വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും ആക്കി അവസാനം വരെ മടക്കി കൊടുക്കുക. ഇനി ആ ലാസ്റ്റ് വന്നൊരു പീസില്ലേ, അതവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ബുക്കിനെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കളർ A4 ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഒരു സ്മൈലിയുടെ രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ നമ്മുടെ മിനി നോട്ട്ബുക്കിനെ കുറച്ച് ക്യൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ DIY ആയിട്ടുള്ള മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ DIY ഐഡിയാസ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പെൻസിൽ ടോപ്പറാണ്. അതിന് ഞാൻ ഇവിടെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ ബട്ടർഫ്ലൈയുടെ ഷേപ്പും ചെറിയ ബട്ടർഫ്ലൈയുടെ ഷേപ്പും ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ആ ചെറിയ ബട്ടർഫ്ലൈൻ്റെ സെൻറ്ററിൽ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ബട്ടർഫ്ലൈൻ്റെ മുകളിലേക്ക് ഈ ചെറിയ ബട്ടർഫ്ലൈനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഇതുപോലെ 2 പീസ് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പെൻസിൽ ടോപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ പെൻസിലിന്റെ ടോപ്പിൽ നമുക്ക് ബട്ടർഫ്ലൈനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പെൻസിൽ ടോപ്പർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ചോളി. പിന്നെ ഇതുപോലത്തെ DIY ഐഡിയാസ് വേണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്തോളി. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പേപ്പർ ക്ലിപ്പാണ്. അപ്പോൾ പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഒരു ചെറിയ പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ റോൾ ചെയ്തിട്ട് മടക്കി കൊടുക്കുക. ഇനി ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിൽ പശ തേച്ച് കൊടുത്തിട്ട് പേപ്പർ റോൾ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും പശ തേച്ചിട്ട് സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഒരു റബ്ബർ എടുത്തിട്ട് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ പേപ്പർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ 3 DIY ഐഡിയാസിലും എനിക്ക് സിമ്പിളായി തോന്നിയത് ഈ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ DIY ഐഡിയാസ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 3 DIY ഐഡിയാസും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.